അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കഷ്ടമേറ്റുവെങ്കിൽ ഇനി അവൻ കടന്നു വരുന്നത് തന്നെ കഷ്ടപ്പെടുത്തിയവരെ ശിക്ഷിപ്പാനുള്ള അധികാരം കൊണ്ടാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളുമുള്ളവൻ, പ്രിയപ്പെട്ട സ്വർഗത്തിലും ഭൂമിയിലും ഈ ലോകത്തിലെ സകല ദൈവങ്ങൾ എന്ന് പറയുന്നവരുടെ പേരും കർത്തൃത്വമുള്ളവൻ, ഈ ഭൂമിയുടെ സകല രാജാക്കന്മാരും അധികാരമുള്ളവൻ, അവൻ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വമുള്ളവൻ, തലയായിരിക്കുന്നവന്. അവൻ കൽപ്പിച്ചിട്ടല്ലാതെ ട്രംപ് ഭരണത്തിൽ വരത്തില്ല, അവൻ കൽപ്പിച്ചിട്ടല്ലാതെ മോദിട്ട് അധികാരത്തിൽ വരത്തില്ല, പിണറായി വിജയൻ അധികാരത്തിൽ വരത്തില്ല. അവന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവനെ നിഷ്കരണം മാറ്റിക്കളയവൻ അവന് കഴിയും. അതേ പ്രിയപ്പെട്ടവരെ, ഭരണത്തിൽ വന്ന പരാജയമല്ല ചിലർ നശിച്ചു പോകാൻ കാരണം. ഞാൻ തന്നെ ദൈവമെന്ന് ആരെങ്കിലും നടിക്കുന്നുവെങ്കിൽ ദൈവം അവനെ സമ്പൂർണ്ണമായിട്ട് നീക്കം ചെയ്യും. അവരെന്താണ് അങ്ങേയറ്റം നിന്നാപാത്രമാക്കി തീർക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ഭരണാധികാരി ഒരിക്കൽ പറഞ്ഞു, എന്റെ ജനനം എന്താണ് ബയോളജിക്കൽ ബർത്ത് അല്ല. പ്രിയപ്പെട്ടവരെ, ബയോളജിക്കൽ ബർത്ത് അല്ല എന്ന് ഒരുവൻ പറഞ്ഞാൽ ഞാൻ ദൈവമെന്ന. യേശു ക്രിസ്തു മാത്രമേ ബയോളജിക്കൽ ബർത്ത് അല്ലാതെ ജനിച്ചിട്ടുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞ് ദൈവമെന്ന് പറഞ്ഞവനെ അന്ന് മുതൽ പ്രതികാരം, ദൈവത്തിന്റെ പ്രതികാരം വാഞ്ചിക്കുകയാണ്. അവൻ നിന്നാപാത്രമായിട്ട് ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന നിന്നാപാത്രമായിട്ട് അവൻ പടിയിറങ്ങുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുവനേ ഉള്ളൂ, ആ മഹത്വം അവനുള്ളതാണ്. എന്റെ സ്തുതി ഞാൻ മറ്റൊന്നിനും വിട്ടുകൊടുക്കത്തില്ല, മഹത്വവും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടവന് കൊടുക്കട്ടെ മഹത്വം. മനുഷ്യർ സ്വയം ഏൽക്കുകയോ മനുഷ്യർ കൊടുക്കുകയും ചെയ്താൽ കൊടുക്കുന്നവരും ഏൽക്കുന്നവരും നശിച്ചില്ലാതെയായിട്ട് തീരും. എന്നാൽ നിങ്ങൾ എന്നേക്കും ജീവിക്കേണ്ടതിന് ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ നമസ്കരിച്ചുകൊള്ളുവിന്, അവനെ മഹത്വപ്പെടുത്തിക്കൊള്ളുവിന്, ആ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുവിന്.